ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ കടുത്ത നടപടികളിലേക്ക് കടന്ന ഇ.ഡി. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപ വില വരുന്ന ആസ്തികൾ ഇ.ഡി. മരവിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചയിലൂടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് ഇ.ഡി. ചൂണ്ടിക്കാട്ടി. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം സ്വർണവും പിടിച്ചെടുത്തതായി റെയ്ഡ് വിവരങ്ങൾ വ്യക്തമാക്കിയുള്ള വാർത്താക്കുറിപ്പിൽ ഇ.ഡി. അറിയിച്ചു. സ്വർണ്ണക്കട്ടികളാണ് കണ്ടെടുത്തത്. 2019-നും 2024-നും ഇടയിൽ പുറപ്പെടുവിച്ച ബന്ധപ്പെട്ട ഉത്തരവുകളും കസ്റ്റഡിയിലെടുത്തു. സ്വർണ്ണക്കവർച്ചകൾ നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഭരണസമിതിയുമെല്ലാം ഉൾപ്പെട്ടതാണ് ക്രമക്കേടുകൾ. സ്വർണം ചെമ്പാക്കി മാറ്റിയ രേഖയും കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ് രേഖകൾ പിടിച്ചെടുത്തതെന്നും ഇ.ഡിയുടെ വാർത്താക്കുറിപ്പിലുണ്ട്. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലായിരുന്നു റെയ്ഡുകൾ. ശബരിമല സ്വർണ്ണക്കവർച്ചയിലൂടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് ഇ.ഡി. കണ്ടെത്തി. ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കാലയളവിലാണ് വൻ സ്വത്ത് സമ്പാദനം നടത്തിയത്. ശബരിമലയിലേക്കുള്ള നേർച്ചകൾക്കും പൂജകൾക്കുമെല്ലാമായി ഇതര സംസ്ഥാനക്കാരായ വ്യവസായികളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പണം കൈപ്പറ്റിയിരുന്നു. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുള്ളതായാണ് സംശയം. ജനം, കൊച്ചി.